ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻ നിങ്ങൾ കേട്ടിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. അത്രയും സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ക്യാമ്പയിനാണ് നടത്തിയത്. പെപ്സിയാണ് 2019. അവർ ചെയ്തൊരു കാര്യം, മക്ഡൊണാൾഡ്സ് പിന്നെ ബർഗർ കിങ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ നോർമലി നമ്മൾ സ്നാക്സ് കഴിക്കില്ല, സ്നാക്സിൻ്റെ കൂടെ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് പ്രിഫർ ചെയ്യാറുണ്ട്. അങ്ങനെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പ്രിഫർ ചെയ്ത സ്ഥലങ്ങളിൽ ഇവർ എൻട്രി ചെയ്യുകയും വിത്തൗട്ട് പെർമിഷൻ ഇവർ എൻട്രി ചെയ്യും. അവിടെ ചെന്നിട്ട് ഈ പെപ്സി ഇതേ ബോട്ടിൽ, അതായത് ഓൾറെഡി മക്ഡൊണാൾഡ്സിൻ്റെ സോഫ്റ്റ് ഡ്രിങ്ക് ഡെലിവറി ചെയ്യുന്ന അതേ ടൈപ്പ് ഓഫ് കളറിലും ഡിസൈൻ സ്ട്രക്ചറിലും, എന്നാൽ അതിൽ പെപ്സി എന്ന് എഴുതിക്കൊണ്ട് ആ ബോട്ടിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രിങ്ക് മാറ്റും, അവരെ ബോട്ടിൽ വെച്ചിട്ട് അവരങ്ങ് പെട്ടെന്ന് എസ്കേപ്പ് ആവും. അപ്പോൾ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവിടുത്തെ ഷോപ്പിലെ സ്റ്റാഫുകൾ പോകും. കാരണം പെർമിഷൻ ഇല്ലാതെ എൻ്റർ ചെയ്തിട്ട് ഇവർ സ്വിച്ച് ചെയ്യുകയാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇറങ്ങി ഓടി ഇവരുടെ തന്നെ കാറുണ്ടാകുമ്പോൾ കാറിൽ ഇവർ എസ്കേപ്പ് ആവുന്നുള്ളതാണ്. ആലോചിക്കുക എത്ര ഫണ്ണിയും എത്ര സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ പ്ലാനാണെന്നുള്ളത്. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നമ്മുടെ ബ്രാൻഡിന് വേണ്ടി ആലോചിച്ചാൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും, പലപ്പോഴും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പെപ്സി അത് ചെയ്യുകയും 6% സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. 1.8 മില്യണിലധികം സോഷ്യൽ മീഡിയ ഇംപ്രഷൻ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല 75% ആഡ് റീകോളും ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആലോചിച്ച് നോക്ക്, നമ്മുടെ ബ്രാൻഡ് എപ്പോഴും ട്രഡീഷണൽ ആയിട്ട് എല്ലാവരും ചെയ്ത മാർക്കറ്റിംഗ് ക്യാമ്പയിൻ ചെയ്യുന്നതിന് പകരം വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ക്യാമ്പയിൻ എക്സിക്യൂട്ട് ചെയ്ത് എങ്ങനെയുണ്ടാവും, അതുപോലെ ചിന്തിച്ച് വർക്കൗട്ട് ചെയ്തൊക്കെ ഇത് ഭയങ്കര എനിക്ക് യുണീക്കായിട്ടും ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാമ്പയിനാണ് ഈ പറയുന്ന പെപ്സിയുടെ അണ്ടർ കവർ കപ്സ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എന്ന് പറയുന്നത്.